കുട്ടികളുടെ കളികളിൽ അനുകരണ വാസനയ്ക്ക് വലിയ സ്ഥാനമാണ് ഉള്ളത്. ഗോപാല ബാലന്മാരിൽ ചിലർ അരയന്നങ്ങളുടെ നടത്തം തന്മയത്തോടെ അനുകരിച്ചു. ഇപ്രകാരം കളികൾ പലതാണെങ്കിലും അവയിലെല്ലാം കുട്ടികൾ ഏക മനസ്സോടെയാണ് രസിച്ചത്. നർമ്മ രസദ്യോതകമായ ഭാവങ്ങളിൽ അവരേവരും ഒരുമിച്ചു ചിരിച്ചു. യമുനയുടെ തീരത്ത് ശ്രീകൃഷ്ണനോടൊപ്പം നാനാവിധമായ വിനോദങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് അവരെല്ലാവരും പ്രവേശിച്ചു. പ്രകൃതിയിൽ പലതരം ജന്തുക്കളും അവിടെയുണ്ട്. ഞണ്ടുകൾ കുട്ടികളെ കണ്ടപ്പോൾ പലതരം വിടവുകളിൽ കയറി ഒളിച്ചു. കുട്ടികൾ അവയെ വെറുതെ വിട്ടില്ല. കൂർത്ത കോലുകൊണ്ട് ഞണ്ട് ഒളിച്ചിരിക്കുന്ന അളകളിൽ അവർ കുത്തി. ജന്തുക്കളെ അങ്ങനെ ദ്രോഹിക്കുന്നത് കണ്ടാൽ ശ്രീകൃഷ്ണൻ ഉടനെ അത് തടയും. നമ്മെ ഉപദ്രവിക്കാത്ത ജന്തുക്കളെ പീഡിപ്പിച്ചാൽ അതിന്റെ ഫലം ദുരിതമായിരിക്കുമെന്ന് അത്തരം സന്ദർഭങ്ങളിൽ കൃഷ്ണൻ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. കൃഷ്ണന്റെ ഉപദേശം കേൾക്കുമ്പോൾ കുസൃതികളായ ആ കുട്ടികൾ തൊഴുതുകൊണ്ട് നിൽക്കുമെങ്കിലും വീണ്ടും അവസരമുണ്ടാകുമ്പോൾ അവർ ആ തിന്മ ആവർത്തിച്ചുകൊണ്ടിരുന്നു. നദീതീരത്ത് തവളയെ കണ്ടാലുടനെ ഏതെങ്കിലും ഒരു കുട്ടി അതിനടുത്ത് പാഞ്ഞു ചെല്ലുന്നു. തവള വെള്ളത്തിൽ ചാടിയാൽ ആ ബാലനും പിന്നാലെ ചാടുന്നു. നദീജലത്തിൽ സന്തോഷത്തോടു കൂടി നിൽക്കുകയും ചെയ്യുന്നു. വെള്ളത്തിൽ തന്റെ പ്രതിച്ഛായ നോക്കി നിന്ന് ബാലന്മാർ രസിക്കാറുണ്ട്. അതുപോലെ പ്രതിധ്വനി ഉണ്ടാക്കുന്ന ദിക്കുകളിൽ ചെന്ന് ശബ്ദമുണ്ടാക്കുകയും പ്രതിശബ്ദം കേട്ടു രസിക്കുകയും ചെയ്യുക പതിവായിരുന്നു. വിഷ്ണു ഭഗവാന്റെ അവതാരമായ ശ്രീകൃഷ്ണനോടുകൂടി ഇപ്രകാരം വിനോദങ്ങളിലും കളികളിലും സഹകരിക്കുന്നതിന് സന്ദർഭം കിട്ടിയ ആ ബാലന്മാരുടെ ഭാഗ്യത്തെപ്പറ്റി എന്താണ് പറയുക? ഭക്തവത്സലനും മുക്തിദാനൈക തൽപരനുമായ ഭഗവാൻ ഇപ്രകാരം തങ്ങൾക്കിടയിൽ ജനിക്കാനും ലീലാവിലാസങ്ങളോടുകൂടി വളരാനുമുള്ള സൗഭാഗ്യം യാദവ വംശത്തിനുണ്ടായല്ലോ. സച്ചിദാനന്ദരൂപനും സർവൈശ്വര്യപൂർണനും ഏവരെയും ആനന്ദത്തിൽ അലിയിക്കുന്ന മധുരലീലകളാൽ അതിസുഭകനുമാണ് ഭഗവാൻ എന്നറിയാനുള്ള പൂർണ്ണ അനുഭവമാണ് ഈ ബാലന്മാർക്കുണ്ടായത്. താനും ഭഗവാനും വേറെയാണെന്നുള്ള അവസ്ഥ ഒരു ബാലന് പോലും ഈ കളികൾക്കിടയിൽ ഉണ്ടായിട്ടില്ല. ഭഗവാൻ ആകട്ടെ ഭക്തിയോഗത്തോടെയാണ് ആഭിമുഖ്യം അധികവും ഉണ്ടായിരുന്നത്. ഭക്തിയേക്കാൾ വലുതായ സിദ്ധി മറ്റൊന്നില്ല. അതേസമയം തന്നെ ഭഗവാന്റെ പല ഭാവങ്ങൾ ഇവിടെ വെളിപ്പെടുത്തുന്നതും കാണാം. നന്ദഗോപന്റെയും യശോദയുടെയും മുമ്പിൽ പുത്രഭാവം, ചങ്ങാതികളുടെ മുമ്പിൽ മിത്രഭാവം, ഗോപകന്യകർക്ക് മുമ്പിൽ മുഗ്ധഭാവം, ബന്ധുക്കളുടെ മുമ്പിൽ സ്നിഗ്ധഭാവം, കംസാദി ശത്രുക്കൾക്ക് മുമ്പിൽ ശത്രുഭാവം, ഗോക്കളുടെയും സാധാരണക്കാരുടെയും മുമ്പിൽ ഗോപാല ബാലഭാവം. ഇങ്ങനെ വ്യത്യസ്ത ഭാവങ്ങളാൽ ഭഗവാൻ എപ്പോഴും അഖില ലോകങ്ങളെയും പരിപാലിച്ച് പരിശോഭിക്കുന്നു. എന്നെ ആര് എങ്ങനെ ഭജിക്കുന്നുവോ അവരെ ഞാനും അങ്ങനെ ഭജിക്കുന്നു എന്നതാണല്ലോ ഭഗവാന്റെ പ്രതിജ്ഞ. ബ്രജവാസികളായ ഗോപാലന്മാരുടെ ഭാഗ്യത്തെ പറ്റിയാണ് ആഖ്യാനത്തിനിടയിൽ സൂത മഹർഷി അത്ഭുതം കൊള്ളുന്നത്. ഇപ്രകാരം നാനാവിധമായ അനുഭവങ്ങളെക്കുറിച്ച് നാനാരൂപങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന ഭഗവാനോട് ചേർന്നിരിക്കാൻ സൗഭാഗ്യം സിദ്ധിക്കയാൽ ഗോകുലവാസികൾക്ക് അത്യാനന്ദമാണ് ലഭിച്ചത്. അവരുടെ ആനന്ദ സൗഭാഗ്യങ്ങൾ എത്രയേറെ വർധനമായി കൊണ്ടിരിക്കുന്നു എന്ന് വിവരിക്കാൻ എനിക്ക് ആവുന്നതല്ല. സത്യസങ്കല്പമുള്ളവരും ഉത്തമോത്തമന്മാരും ദയാനിധികളുമായ സത്തുക്കൾക്ക് അനേക ജന്മങ്ങളിലൂടെ ഭക്തിപൂർവം ആരാധിച്ചാൽ പോലും ഭഗവാൻ വിഷ്ണുവിന്റെ പാദരേണുക്കൾ സ്പർശിക്കുക എളുപ്പമല്ല. അപ്രകാരമുള്ള വേദാന്ത പൊരുളിന്റെ പുണ്യപാപങ്ങൾ ഈ രീതിയിൽ കണ്ടുകൊണ്ടിരിക്കാൻ ഭാഗ്യമുണ്ടായ ബ്രജവാസികളുടെ പുണ്യം എത്രയെന്ന് ചിന്തിച്ചാൽ ഒരൊറ്റ പിടിയും കിട്ടുകയില്ല. അത് അളവറ്റതാണ്, അവർണ്ണനീയമാണ്. ഭഗവാനോട് ചേർന്ന് കളിക്കുന്നത് മൂലം ഗോപാലബാലന്മാരും ദിവ്യന്മാരും ആയി ഭവിക്കുന്നു. ഇപ്രകാരം ഭക്തിയോടുകൂടി പ്രസ്താവിച്ചതിനു ശേഷം ശുഗമഹർഷി കഥാഖ്യാനത്തിലേക്ക് തിരിയുന്നു. പുണ്യനദിയായ കാളിന്തിയിൽ വേണ്ടുവോളം കളിച്ചതിനു ശേഷം കുളിയും കഴിഞ്ഞ് ശ്രീകൃഷ്ണനും ഗോപാലബാലന്മാരും കരയ്ക്കു കയറി. പശുക്കളെ തീറ്റിയിട്ട് അവരെല്ലാവരും ലീലാഭാവത്തോടുകൂടി കഴിയുമ്പോൾ അഖൻ എന്നു പേരായ ഒരു അസുരൻ ആകാശമാർഗത്തിൽ കൂടി അവിടെ വന്നു ചേർന്നു. കംസൻ നിയോഗിച്ചതനുസരിച്ചാണ് അവൻ ചെന്നിരിക്കുന്നത്. ദേവന്മാരെല്ലാം അത്യധികം ഭയത്തോടുകൂടി നോക്കുന്ന രാക്ഷസനാണ് അഖൻ. ദേവന്മാർ എത്രയേറെ ഭയത്തോടെയാണ് അഖനെ കാണുന്നതെന്ന് അവരുടെ വിചാരത്തിൽ നിന്നും മനസ്സിലാക്കാം. ദേവന്മാർ വിചാരിക്കുന്നു, പ്രാണരക്ഷണത്തിന് ഞങ്ങൾ അമൃത് കഴിക്കുന്നവരാണ്, ഞങ്ങൾ ദേവന്മാരാണ്. ഇതെല്ലാം ഞങ്ങൾ മറന്നുപോകുന്നു ഈ രാക്ഷസൻ നേർക്കുള്ള ഭയം മൂലം. എങ്ങനെയും ഇവൻ മരിച്ചാലേ ഞങ്ങൾക്ക് സന്തോഷമുണ്ടാകുകയുള്ളൂ. അതുവരെ ഞങ്ങൾ ദീനന്മാരാണ്. ഈ വിചാരത്തോടുകൂടി കഴിയുന്ന ദേവന്മാർ ദേവകീ തനയനായ കൃഷ്ണനെ കൊല്ലാൻ ഭാവിച്ചുകൊണ്ട് അഖൻ പോകുന്ന വിവരം അറിയുന്നു.
രാക്ഷസനായ അഘന്റെ ആ ഉദ്യമം കാണുന്നതിനായി അവർ പുറപ്പെട്ടു. പൂതനയുടെ സഹോദരനാണ് അഘൻ. പൂതനയെ കൃഷ്ണൻ കൊല ചെയ്തതിന് പകരം വീട്ടണമെന്ന പ്രതികാര ബുദ്ധിയും അഘനിൽ കത്തി നിൽക്കുന്നു. ഘോരമായ രൂപത്തിൽ ആകാശമാർഗത്തിലെത്തിയ അവൻ വിചാരിക്കുന്നു, എന്റെ സഹോദരിയെയും സഹോദരനെയും കൊല ചെയ്തത് ഈ ബാലന്മാരുടെ കൂട്ടത്തിലുള്ള ഇളയവനാണ്. ഇവനെയും ഇതര ബാലന്മാരെയും കൊന്നു തിന്നുകൊണ്ട് മാത്രമേ എനിക്ക് പ്രതികാരം ചെയ്യാനാവുകയുള്ളൂ. ആ കൊലയിൽ നിന്ന് ഒഴുകുന്ന ചോര കൊണ്ടായിരിക്കും ഞാൻ സോദരർക്ക് വേണ്ടി ഉദരക്രിയ ചെയ്യുക.